ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും അവര് ആ ഒരു ബിഗ് ബോസിനകത്ത് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാമിന സേവർ പ്രോഡക്റ്റ് അവിടേക്ക് എത്തിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. സ്റ്റാമിന സേവർ കോഫി അവർക്ക് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം എന്താ പറയുക, സ്റ്റാമിന സേവറാണ് അല്ലേ. അപ്പോൾ എന്താ ബിഗ് ബോസിലേക്ക് സ്റ്റാമിന സേവർ കൊടുക്കാമെന്നാണ് പറയുന്നത്. സെക്ഷൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഇത് ഈ സ്റ്റാമിന സേവർ. ഇതിൻ്റെ ഒരു വീഡിയോ കുഞ്ഞാൻ്റെ വൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജെസ്സി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ബിഗ് ബോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ബിഗ് ബോസിലുള്ളവർ ഡിപ്രസ് ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാമിന സേവർ അങ്ങനെ എന്തോ സ്റ്റാമിന സേവർ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ നന്നായി കളിക്കുന്നു, നല്ല എനർജറ്റിക് ആകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് അവർ ഇത് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതും കൂടെ ഇനിയിപ്പോൾ ആ ബിഗ് ബോസിനകത്തോട്ട് ഇനിയിപ്പോൾ ഇതും കൂടെ കൊടുക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി എല്ലാം തയ്യൂ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ ബിഗ് ബോസിൽ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ ഒരു വല്ലാത്തൊരു ഷോ ആയിട്ട് മാറിയിരിക്കണം. ഇനിയിപ്പോൾ ഒരു സ്റ്റാമിന സേവറും കൂടി കൊടുത്ത് അവർ അത് കുടിച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കത് കേട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാമിന സേവർ പ്രോഡക്റ്റ് അവിടേക്ക് എത്തിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. സ്റ്റാമിന സേവർ കോഫി അവർക്ക് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് എങ്ങനെയാണ് അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്? അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇതായിട്ട് ഫാമിലി എല്ലാം വിട്ട് ഒറ്റയ്ക്കാണ് ബിഗ് ബോസിനകത്ത് മത്സരാർത്ഥികൾ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ സ്റ്റാമിന സേവറൊക്കെ അങ്ങോട്ട് കൊടുത്താലുള്ള സ്ഥിതിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ പുറത്തുള്ള കമൻറ്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ബിഗ് ബോസ് പ്രസവ വാർഡ് ആക്കേണ്ടി വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് എത്രമാത്രം ലോജിക്കാണെന്നുള്ളത്. എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവണില്ല. ഇതുപോലെ കുഞ്ഞാൻ്റെ വൈഫും ജെസ്സിയും നോമ്പിൻ്റെ സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എന്താണ് ഇതെന്ന് മനസ്സിലാവണില്ല. പല രീതിയിലും ഇത് പ്രോഡക്റ്റ് ഇവർക്ക് വിൽക്കാൻ ശ്രമിക്കുക. അല്ലാതെ ബിഗ് ബോക്സിനകത്തൊക്കെ ഈ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഇവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തർത്ഥത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു പരസ്യം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഒറ്റയ്ക്ക് ഇതായിട്ട് ഫാമിലി ഇതൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആ ബിഗ് ബോസിനകത്തോട്ട് ഈ സ്റ്റാമിന സേവർ കൊടുത്ത് അവർക്ക് എനർജി കിട്ടും, ഉണർവ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ അല്ലെങ്കിൽ ഒരു ഇതിലാണ്, ഫാമിലിയൊക്കെ വിട്ട് സങ്കടത്തിലാണ് ആ ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ഇതൊക്കെ കൊടുത്തിട്ട് അവർക്ക് കൂടുതൽ എനർജി ആയിട്ട് അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഒരുമിച്ച് കിടക്കുന്ന ആ ഒരു ഇതാണ്. അതിനകത്തൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കമൻസ് വന്ന പോലെ തന്നെ ഇത് പ്രസവ വാർഡാക്കാനുള്ള പ്ലാനാണോ എന്ന് തന്നെയാണ് എനിക്കും തോന്നിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്ലിപ്പ് കൂടെ കണ്ടിട്ട് വരാം. ആടുജീവിതം എന്നൊരു സിനിമ നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതകഥ കാണിച്ചിട്ടുള്ള നജീബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഒരു ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ ഒരു സീൻ ഉണ്ട്. ലാസ്റ്റ് നജീബിന് ഒരു ബോട്ടിൽ വെള്ളം കിട്ടുന്ന ഒരു സീൻ. ആ വെള്ളം കുടിച്ചിട്ട് പോലും നജീബ് എയർപോർട്ടിൽ എത്തിയത് അത്രമാത്രം ടയേർഡായി വല്ലാതെ ക്ഷീണിച്ച് തളർന്നു. ഗൾഫിലുള്ളവർ വരികയാണെങ്കിൽ ഗൾഫിൽ ഇപ്പോൾ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്തല്ല ഞങ്ങളെ വിളിക്കേണ്ടത്, 2 ദിവസം മുമ്പേ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓർഡർ കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പ്രവാസികളെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നത് തന്നെ എന്താ പറയുക ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അവർക്ക് ഇനി ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ തന്നെ അവരെ നിർത്താനുള്ള പ്ലാനാണ് തോന്നുന്നു ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഇത്. പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക അവരുടെ ആ ഒരു ജീവിതം നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റും കൂടെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രവാസ ലോകം പിന്നെ അവർ കാണില്ല, പിന്നെ നാട്ടിൽ തന്നെ അവർ കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ ഇറക്കിയിട്ട് ഇവർ എന്തിനാണ് ഇങ്ങനെ കാശുണ്ടാക്കണമെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും വല്ലാത്തൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. എന്താണ് ബിഗ് ബോസിനകത്തും അതുപോലെ പ്രവാസികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്നാലും ഇത് ഭയങ്കര ഒരു പ്രോഡക്റ്റ് ആയിപ്പോയി, വല്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാട്ടാ. ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സ്റ്റാമിന സേവർ ആണ് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്.
അതേപോലെയുള്ള കോളുകളും ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 ദിവസം മുന്നേ എങ്കിലും വിളിച്ച് ഓർഡർ ചെയ്യാൻ നോക്കുക. നാട്ടിൽ പോകുന്ന തീരുമാനിച്ച ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റും കൂടി നിങ്ങൾ ഓർഡർ ഇത് തന്നെയാണ് എല്ലാവരും. ഇപ്പോൾ കുറേ പേര് ഈ ഒരു ഇത് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങളാണ് കൂടുതലും ഈ സ്റ്റാമിന സേവറിൻ്റെ പരസ്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇവർക്ക് ഭയങ്കര തെറിവിളിയാണ് കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും ഇവരിങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് ഭയങ്കര തെറിവിളി തന്നെയാണ് ഇവർക്ക് കേൾക്കുന്നത്. എന്ത് തന്നെയാലും ബിഗ് ബോസിൽ ഇതിലൊക്കെ ഈ പ്രവാസികൾക്കും ബിഗ് ബോസിലും ഇതിലൊക്കെ സ്റ്റാമിന സേവർ കൊടുത്ത് ഇവർ എന്തായാലും ശരിക്കും പൈസ ഉണ്ടാക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം. പ്രവാസികൾക്കും അതുപോലെ ബിഗ് ബോസിനകത്തും അതുപോലെ പെണ്ണുങ്ങളാണ് കൂടുതലും ഈ സ്റ്റാമിന സേവർ പരസ്യമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാമിന സേവറൊക്കെ കുടിച്ചിട്ട് ഇനി ആണുങ്ങളുടെ സ്റ്റാമിനയൊക്കെ നമുക്കൊന്ന് എന്താ പറയുക, എനിക്ക് പറയരുതില്ല. അത്രയും ഇതായിട്ടാണ് സ്റ്റാമിന സേവറിനെ കുറിച്ചിട്ട് ഇവർ പരസ്യം ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ബിഗ് ബോസിനകത്ത് പ്രവാസികൾക്കും ഒന്നും ഇത് കൊടുത്ത് നിങ്ങളുടെ ഉള്ളത് കളയണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ പറയുക, അവർ നിൽക്കുന്നത്രത്തോളം ബിഗ് ബോസിൽ നിന്ന് പോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് പല ഇതും നടക്കുന്നുണ്ടെന്നൊക്കെയാണ് വീഡിയോസും അതും ഇതൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിനകത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്റ്റാമിന സേവറും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റാമിന ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ അതൊരു പ്രസവ വാർഡാക്കി കഴിഞ്ഞിട്ട് ഒരു ഇതുമില്ല. എന്താ അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു ഇതാണ് തന്നെയാണിത്. അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു പരസ്യമായിട്ടാണ് ഇവർ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് നോക്കി. ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വൈഫ് ചെയ്തപ്പോഴും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബിഗ് ബോസിനകത്തും ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇവരിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ ബിഗ് ബോസിൽ കൊടുത്തോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇനി കളി മാറും. എന്തായാലും ബിഗ് ബോസിലെ കളി എന്തായാലും മാറും. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടിയേ ഉള്ളൂ. ഇനി എന്തായാലും ബിഗ് ബോസിലെ കളികളെല്ലാം ഒന്ന് മാറും. ഈ സ്റ്റാമിനയുടെ അതൊക്കെ കുടിച്ചിട്ട് എന്തായാലും. അപ്പോൾ നമുക്കിനി ബിഗ് ബോസിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് അറിയാം. അതുപോലെ പ്രവാസികൾക്കൊക്കെ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് പ്രവാസികളുടെ ഭാര്യമാരോട് ചോദിച്ചാൽ അറിയാം ഇതിൻ്റെയൊക്കെ ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം വന്നിട്ട് വന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.